നമ്മൾ ഓരോ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി തേടുകയാണ്. റോഷിപാലാണ് തെക്കൻ കേരളത്തിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുള്ള. റോഷിപാൽ, തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളാണ് കേരളത്തിന്റെ ആകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ഇടങ്ങളിലെ വോട്ടിംഗ് ശതമാനം എങ്ങനെയായിരിക്കുന്നു? മാധു, വോട്ടിംഗ് ശതമാനം കുതിച്ചു വരികയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്ക് പറയുന്ന കണക്കനുസരിച്ച് 61% കടക്കുകയാണ്. ഈ നേമം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ. അത് തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെയുള്ള തെക്കൻ ജില്ലകളിൽ ഏതാണ്ട് 30 നിയമസഭാ മണ്ഡലങ്ങളിലെയും പോരാട്ടം അത് വാശിയേറിയ പോരാട്ടമാണ്. അതിൽ പലയിടങ്ങളിലും ത്രികോണ മത്സരമുണ്ട്. അതുകൊണ്ടാണ് ഓരോ മുന്നണികളും വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3 മണി വരെയുള്ള കണക്കാണ്. അത് ഏതാണ്ട് 90% ആകെ പോളിംഗ് എത്തുമെന്ന ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഇനി ഉച്ച കഴിഞ്ഞ് പോളിംഗ് ബൂത്തുകളിൽ തിരക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു ചെറിയ ഇടവേളയാണ്. അവിടെ തിരക്ക് ഒന്ന് കൊടും ചൂടായിരുന്നു. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് വോട്ടർമാർ ആ സമയത്ത് പോളിംഗ് ബൂത്തിലേക്ക് വന്നിരുന്നില്ല. ഇനി അങ്ങോട്ട് വലിയ തിരക്കായിരിക്കും. 6 മണി കഴിഞ്ഞും പല ബൂത്തുകളിലും നീണ്ട നിര പതിവ് പോലെ തന്നെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ എത്ര ശതമാനത്തിലേക്ക് പോളിംഗ് ഉയരും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മാധു, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് തെക്കൻ കേരളത്തിൽ നിന്ന്. നേരത്തെ പറഞ്ഞതുപോലെ പൊടിപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നല്ല പോളിംഗ് കൂടി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലബി സജീന്ദ്രൻ മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ലബി, എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത്. രാവിലെ മുതൽ കുന്നത്തുനാട് വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയാണ്. നോക്കൂ, ഒരു 10-20% ഒക്കെ മറ്റിടങ്ങളിൽ നിൽക്കുമ്പോൾ 30% കടന്നിരുന്നു ആ സമയത്ത് കുന്നത്തുനാട്. സ്വാഭാവികമായും വലിയ പോളിംഗ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റിടങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്? മധു, മധ്യകേരളം വലിയ മുന്നേറ്റമാണ് പോളിംഗ് ശതമാനത്തിൽ കാണിക്കുന്നത്. എറണാകുളത്താണ് മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ 66.2% അവിടെ തന്നെ മധു സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ മുന്നേറ്റം നടത്തുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലമാണ്. 70.08% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് പിന്നിൽ തൃപ്പൂണിത്തുറയുണ്ട്. തൃപ്പൂണിത്തുറയിൽ 69.38%, തൃക്കാക്കരയിൽ 66.78, പിറവത്ത് 63.67, മൂവാറ്റുപുഴ 63.79, കോതമംഗലം 65.45, പെരുമ്പാവൂർ 66.16, അങ്കമാലി 63.67, ആലുവ 67.28, കളമശ്ശേരി 64.74, പറവൂർ 66.48, വൈപ്പിൻ 66.55, കൊച്ചി 65.45. ഞാനിപ്പോൾ കൊച്ചി നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. പോളിംഗ് എല്ലായിടത്തും കനത്ത രീതിയിൽ പോളിംഗ് നടക്കുകയാണ്. ഇപ്പോൾ ഈ കനത്ത വെയിലാണ് അല്പം ഒരു ഇടവേള. ഞാൻ ഈ നിൽക്കുന്ന ബൂത്തുകളിലൊക്കെ വലിയ തിരക്കാണ് ഇതുവരെ അനുഭവപ്പെട്ടത്. ഏതായാലും ഈ മുന്നേറ്റം പൊതുവെ മധ്യകേരളം എപ്പോഴും ഒരു UDF അനുകൂല ഭാഗമാണ്. അതിൽ തന്നെ എറണാകുളം UDFന്റെ ഉറച്ച കോട്ട എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ കനത്ത പോളിംഗ് നടക്കുന്നു എന്നത് UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഏതായാലും ഈ പോളിംഗ് ശതമാനം വന്ന സമയത്ത് തന്നെ UDF നേതാക്കളെല്ലാവരും, എറണാകുളത്തെ നേതാക്കളെല്ലാവരും വലിയ ആത്മവിശ്വാസം പുലർത്തി കഴിഞ്ഞു. ഏതായാലും അതൊക്കെ നമുക്ക് ഫലം വന്നതിന് ശേഷം കാണാം. ഏതായാലും ഇത് നൽകുന്ന സൂചന ജനം, ഏതായാലും നേരത്തെ സലിംകുമാർ പറഞ്ഞതുപോലെ ജനം എന്തോ തീരുമാനിച്ചുറപ്പിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നീണ്ട ക്യൂ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കനത്ത ക്യൂ ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത്. ഞാൻ രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ 7:30 മുതൽ 8:30 വരെ നിന്നിട്ടാണ് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ കോലഞ്ചേരിയിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും. കൊച്ചിയിൽ ഞാൻ പല ബൂത്തുകളിലും ഇപ്പോൾ കയറിയിറങ്ങി, തൃപ്പൂണിത്തുറയിൽ കയറി. എല്ലാ ഭാഗത്തും കനത്ത പോളിംഗ് നടക്കുന്നു. ഏതായാലും മുന്നണികളൊക്കെ ആത്മവിശ്വാസം പുലർത്തട്ടെ. ഫലം നമുക്ക് പിന്നീട് കാണാമെങ്കിലും വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ UDF. മധ്യകേരളത്തിലെ വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ 65% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ 69% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുന്നത്തുനാട്ടിൽ 70%. അതായത് നോക്കൂ, സ്ക്രീനിൽ 62.71% കേരളത്തിലാകെ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ 70% കടന്നിരിക്കുകയാണ് കുന്നത്തുനാട്ടിൽ പോളിംഗ് ശതമാനം എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ വടക്കോട്ടാണ് പോകുന്നത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രഞ്ജിത്ത്, പാലക്കാട്ടൊന്നും ഒട്ടും മോശമല്ല. ഇപ്പോൾ 70 തൊടും എന്ന നിലയ്ക്കാണ് അവിടെയും പോളിംഗ് ശതമാനം കുതിച്ചു വരുന്നത്. വലിയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. ചേലക്കരയിൽ വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മലബാർ മേഖലകളിൽ ആകെ എങ്ങനെയാണ് പോളിംഗ് ശതമാനം? മധു, സാധാരണ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ആവറേജ് പോളിംഗ്, ശരാശരി പോളിംഗിൽ ശരാശരിയിലധികം പോളിംഗ്
ഇവിടെ മലബാറിൽ രേഖപ്പെടുത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ 74% സംസ്ഥാനത്തിന്റെ ശരാശരി എങ്കിൽ മലബാറിൽ വലിയ തോതിൽ 80-81% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലൊക്കെ 80% പോളിംഗ് ഉണ്ടായിരുന്നു. കോഴിക്കോട്, കുന്നമംഗലത്തും പേരാമ്പ്രയിലും ഒക്കെ 78-80% പോളിംഗ്. ഇത്തവണയും സംസ്ഥാന ശരാശരിയേക്കാൾ കൂടിയ പോളിംഗ് ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം കോഴിക്കോട്ടെ പോളിംഗ് ശതമാനം നോക്കിയാൽ വടകരയിൽ 3.5 വരെയുള്ള പോളിംഗ് ശതമാനമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വടകരയിൽ 63.89, കുറ്റ്യാടിയിൽ 63.39, നാദാപുരത്ത് 63.74, 65 പേരാമ്പ്രയിൽ, ബാലുശ്ശേരിയിൽ 63, എലത്തൂരിൽ 63%. അങ്ങനെ 64% ശരാശരി കോഴിക്കോട് ജില്ലയിൽ 3:30 മണിയാകുമ്പോഴേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സമാനമായി കണ്ണൂരിലേക്ക് എത്തിയാൽ തുടക്കത്തിൽ കണ്ണൂരിൽ ഒരു മന്ദിപ്പുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണൂരിൽ വലിയൊരു പോളിംഗ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. സംസ്ഥാന ശരാശരിയേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലുള്ളത്. 62%, 62.11 3:30 മണി വരെയുള്ള കണ്ണൂരിലെ പോളിംഗ്. അതിൽ തന്നെ ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മട്ടന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിലും പയ്യന്നൂരിലുമാണ്. അവിടെയൊക്കെ 64.84%. കല്യാശ്ശേരി, അതുപോലെ ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം പോലുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ അല്പം കുറവുണ്ട്. ധർമ്മടത്ത് 63% മാത്രമേ ആയിട്ടുള്ളൂ. നേരത്തെ അത് സൂചിപ്പിച്ച പോലെ പാലക്കാടും ഏകദേശം 70%-അടുത്ത് പോളിംഗ് ഈ ഘട്ടത്തിലായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മലപ്പുറം ജില്ലയിലും സാമാന്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 65%-ലധികം പോളിംഗ് മലപ്പുറത്ത് മണ്ഡലത്തിൽ 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും സമാനമായ പോളിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 2021 അപേക്ഷിച്ച് നല്ല ട്രെൻഡ് ഈ പോളിംഗിൽ മലബാറിലും രേഖപ്പെടുത്തുന്നു. ഇത് ആർക്ക് അനുകൂലമായ ട്രെൻഡാണ് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷിഭേദമന്യേ നമ്മുടെ ട്രെൻഡ് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 2016 കുറഞ്ഞ പോളിംഗ് ആയിരുന്നു 2021. ആ ട്രെൻഡ് പോളിംഗ് വെച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു തുടർ ഭരണത്തിലേക്ക് പോയി. നല്ല കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. ആളുകൾ കൂട്ടത്തോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു രാവിലെ മുതൽ. അതും ഈ ഉച്ച വെയിൽ ചായുന്ന സമയം 4 മണിയായി കഴിഞ്ഞു. ഇനി കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് ടി വി പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, കഴിഞ്ഞ തവണ തിരുവനന്തപുരം സെൻട്രൽ 63% പോളിംഗ് പേഴ്സൺ. ഇപ്പോൾ ഈ 4 മണി കഴിയുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 60%-ലേക്ക് പോളിംഗ് കുതിച്ചുയർന്നിരിക്കുന്നു. വലിയ പോരാട്ടം ഈ പോളിംഗ് ശതമാനത്തിലൊക്കെ പ്രതിഫലിക്കുന്നത് ദൃശ്യമാണ്. ഉറപ്പായും മധു പറഞ്ഞതുപോലെ ശക്തമായ മത്സരം നടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രലിലെ 125 ബൂത്തിലാണ്. തൈക്കാട് LP സ്കൂളാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 125 ബൂത്തിൽ ആകെ 645 വോട്ടർമാരാണുള്ളത്. ഇതിനകം തന്നെ ഏതാണ്ട് 70%-ലധികം വോട്ടർമാർ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ 4:30-ക്കുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ പറയും. നിലവിൽ ഇപ്പോൾ 61.38% ജില്ലയിലെ ആകെ ശരാശരിയുള്ളത്. അത് മുൻ വർഷങ്ങളിലേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം മറ്റൊരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത് അത് തീവ്ര പരിഷ്കരണ വോട്ടർ പട്ടികയാണ്. SIR നടപ്പിലാക്കിയതിനു ശേഷം സ്ഥലത്തില്ലാത്തവർ, ഇരട്ട വോട്ടുകാർ, മരണമടഞ്ഞവർ പൂർണ്ണമായും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷമുള്ള പട്ടികയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പോളിംഗ് ശതമാനം 90 ആയാലും അത്ഭുതപ്പെടാൻ ഇല്ല എന്ന്. തിരുവനന്തപുരത്താണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോളിംഗ് ആണ്. അതിൽ തന്നെ നേമത്താണ് ഏറ്റവും കൂടുതൽ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 65%-ലേറെ പോളിംഗ് ആണ് നേമത്ത് മാത്രം. വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും കാട്ടാക്കടയിലും സമാനമായ അവസ്ഥയാണ്. നഗരത്തിൽ നിന്ന് മാറിയിട്ടുള്ള കോവളം, അതുപോലെ തന്നെ വർക്കല, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് താരതമ്യേന കുറച്ചെങ്കിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 80% മിക്കവാറും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണെങ്കിൽ വളരെ വേഗതയിൽ പോളിംഗ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു ക്യൂ ഇല്ലാത്തത്. നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് സാധാരണ ചെയ്തു പോരുന്ന ശതമാനത്തിനേക്കാളും ശതമാനം ഇവിടെ വോട്ടായി മാറിയിട്ടുണ്ട്. വോട്ട് ചെയ്ത് ആളുകൾ മടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീരദേശത്ത് കനത്ത പോളിംഗ് ആണ്. തീരദേശ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ പോളിംഗ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മേഖലകളിലും നടക്കുന്നു. പത്തനംതിട്ടയിലും കൊല്ലത്തും സമാനമായ സാഹചര്യം തന്നെയാണ്. മാധു, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. 70% പോളിംഗ് മിനിമം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോഴുള്ള വിശകലനങ്ങൾ.